ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നത് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലർക്കും പല രീതിയിലുള്ള സ്ട്രെസ്സ്, ടെൻഷൻസ് അങ്ങനെ പല, അതായത് നമ്മുടെ ഓഫീസിലായാലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലായാലും പല രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ടായിരിക്കും. പല സ്ട്രെസ്സുകളും ടെൻഷൻസും പല ഇഷ്യൂസും നമുക്ക് ഉണ്ടായിരിക്കും. കോമൺ ആയിട്ട് അതൊരു സൈഡാണ് നമ്മുടെ ലൈഫിൻ്റെ. എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് ടെൻഷൻസും കാര്യങ്ങളും. പല ഇഷ്യൂസും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. പക്ഷെ അതൊക്കെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്ത് വരുന്നു, അതിലാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വിജയം. അതിനെ ഓവർകം ചെയ്ത് നമ്മൾ വീണ്ടും ആ ലൈഫ് മുമ്പോട്ട് പോവുക. മൂവ് ഫോർവേഡ്, സോൾവ് ദാറ്റ് ഇഷ്യൂസ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, ഗോ ഹാഡ്. ഓക്കെ. അപ്പോൾ ആ പോണ ഒരു നമ്മുടെ ആ ഒരു ആത്മവിശ്വാസം, ആ ധൈര്യം കൂടിയിട്ടാണ് നമുക്കത് മുമ്പോട്ട് പോകാൻ പറ്റും. അതില്ലാത്തവർ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ വിശ്വാസത്തോട് കൂടി നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എന്ത് കാര്യം ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് അത് നേരിടാനും അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് നേടണമെങ്കിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ. അപ്പോൾ അത് പലർക്കും പല ആൾക്കാർക്കും, അതായത് ഇപ്പോൾ പേഴ്സണലി എനിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ടെൻഷൻസ്, എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതിൽ കൂടുതൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ അത് ഞാനിപ്പോൾ കൺട്രോൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഞാൻ അത് കുറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ. പലരും പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എന്തിനാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്കത് സോൾവ് ചെയ്യാവുന്ന കേസുള്ളൂ. അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്തിനാ അതിൻ്റെ ആവശ്യം. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും വീട്ടിൽ നിന്ന് അച്ഛനമ്മ എല്ലാവരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ കൺട്രോൾ ചെയ്യാൻ സ്വയം ഞാനത് മനസ്സിലാക്കി, ഞാൻ കൺട്രോൾ ചെയ്തിട്ട് എനിക്കിപ്പോൾ അത് കുറേ നല്ലൊരു രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ അത് ആ ഇഷ്യൂസ് അതവിടെ നടക്കുന്നു സൈഡ്, അത് മാറ്റി വെച്ച് ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്കെങ്ങനെ നമുക്ക് അതിൽ നിന്ന് മാറാം, എനിക്കെങ്ങനെ അതിൽ സന്തോഷം കണ്ടെത്താം, എങ്ങനെ നമുക്കത് കൂളായിട്ടിരിക്കാനുള്ള രീതിയിൽ ഞാൻ എൻ്റെതായ ഒരു വഴി കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു വ്ളോഗ് ചാനൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റീൽസ് ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാം. എന്തെങ്കിലും നമുക്ക് ഒരു പാട്ട് പാടുകയും പാട്ട് കേൾക്കുകയും അങ്ങനെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയും, മൂവീസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ സോങ്സ് കാണാൻ, നമുക്ക് അങ്ങനെ എന്ത് എൻ്റർടൈൻമെൻറ്റ് കോമഡി വീഡിയോസ് കാണാൻ, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങൾ കണ്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ എന്തോ ഉണ്ടോ, അതും ചെറിയ ഇഷ്യൂ ആയാലും വലിയ ഇഷ്യൂ ആയാലും നമ്മളത് കൂടുതൽ അത് ആലോചിച്ചിരിക്കാണ്ട്, അത് ആ ഇഷ്യൂ ടൈമിൽ എപ്പോഴാണ് ഓഫീസിൽ അഞ്ച് പേഴ്സണായിട്ട് അത് ആ ടൈമിൽ മാത്രം കഴിഞ്ഞ് പിന്നെ അത് വിട്ട് നമ്മൾ ഒന്ന് അതിൽ നിന്ന് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ കണ്ട് മൈൻഡ് മാറ്റി നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുക. പക്ഷെ ഓവറായിട്ട് ചിന്തിക്കേണ്ട, നമ്മൾ ഇത് എന്തെങ്കിലും കണ്ട് നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുക എപ്പോഴും. ഓക്കെ. അപ്പോൾ റിലാക്സ് ആകുമ്പോൾ നമുക്കത് അതിനുള്ള സൊല്യൂഷൻ, ഇപ്പോൾ ഒഫീഷ്യലായ സാധനം നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് മൈൻഡിൽ വരികയും ചെയ്യും. അപ്പോൾ കൂടുതൽ ടെൻഷൻ അടിച്ച് നമുക്കത് ഒന്നും ഇതാവില്ല, പിന്നെയും പിന്നെയും നമുക്കത് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഐഡിയയും കിട്ടില്ല, ഭയങ്കരമായിട്ട് നമ്മുടെ മെന്റലി ഡൗൺ ആയി പോവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക, ഈ ഒരു പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ ബി ഹാപ്പി, ബി സ്ട്രോങ്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കാൻ നോക്കുക. ഓക്കെ. ബൈ.